സൈലം ബാങ്കിങ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജലജീവൻ മിഷനെ പറ്റിയാണ്. അപ്പോൾ വളരെ റീസെന്റ് ആയി നമ്മൾ പേപ്പറുകളിൽ കാണുന്ന ഒരു ഗവൺമെന്റ് സ്കീമാണ് അല്ലേ ജലജീവൻ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ റീസെന്റ് അപ്ഡേറ്റ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ് ജലജീവൻ മിഷൻ. കാരണം എപ്പോഴും പേപ്പറിൽ വരുമല്ലേ, അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും കൂടിയായ സ്കീമാണ് ജലജീവൻ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. റെഡിയാണല്ലോ? അപ്പോൾ നമ്മുടെ സൈലം ബാങ്കിങ്ങിൽ നിങ്ങൾക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ബാച്ചിനെ പറ്റിയിട്ടുള്ള കാര്യം, നമ്മുടെ ഏറ്റവും എല്ലാ ആക്സെപ്റ്റൻസും കിട്ടിയിട്ടുള്ള നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചാണ് നമ്മുടെ സൈലം ബാങ്കിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. 5499 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. 400+ hours ഓഫ് ലൈവ് ക്ലാസ്, 2 to 4 hours ഡെയിലി ക്ലാസ്, 5 to 6 days വീക്ക്ലി ക്ലാസ് എന്നിവയാണ്. 5 to 6 days ആണ് വീക്ക്ലി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഇത്രയുമാണ് നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ സൈലം ബാങ്കിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിൽ എക്സാം എഴുതിയിട്ടുണ്ട്. വളരെ ചെറിയ മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം നഷ്ടപ്പെട്ടത്. കൃത്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ബാച്ചാണ് നമ്മുടെ സൈലം ബാങ്കിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. സോ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക നമ്മുടെ സൈലം ബാങ്കിങ് റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക്. ഇനി നിങ്ങൾക്കല്ല ഓഫ്ലൈൻ ആയിട്ടാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റികളുടെ കൂടെ ഒരു പിയർ ഗ്രൂപ്പിന്റെ കൂടെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ, നമ്മുടെ ഓഫ്ലൈനായി ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയുള്ള നമ്മുടെ ബാച്ചാണ് സൈലം ബാങ്കിങ് ഓഫ്ലൈൻ ബാച്ച് എന്ന് പറയുന്നത്. 20,000 രൂപ ഇൻക്ലൂഡിങ് GST 20,000 ആണ് നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. കോഴിക്കോട് വെസ്റ്റേൽ ക്യാമ്പസിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. സോ വേഗം തന്നെ നമ്മുടെ അഡ്മിഷൻ തുടരും. അപ്പോൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ജലജീവൻ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലജീവൻ മിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലേ, വെള്ളം സപ്ലൈ ചെയ്യുന്നതാണ്, വെള്ളവുമായി റിലേറ്റഡ് ആണ് അല്ലെ. ഇത് നോക്കിയാൽ നമുക്കറിയാം ആൾക്കാർ വെള്ളം വളരെ കഷ്ടപ്പെട്ട് വെള്ളം കിട്ടാനായിട്ട് റിസോഴ്സുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. വളരെ ദൂരെ നിന്ന് തന്നെ പാട്ടകളുമായി വന്ന് വെള്ളം കളക്ട് ചെയ്തിട്ടാണ് അവര് കൊണ്ടുപോകുന്നത് അല്ലെ. അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. വളരെ ദൂരെ നിന്ന് വെള്ളം കളക്ട് ചെയ്യാനുള്ള സാധനങ്ങളുമായി വന്ന് വെള്ളം കളക്ട് ചെയ്താണ് അവർ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ കഷ്ടപ്പെട്ടാണ്, അവർക്ക് വാട്ടർ റിസോഴ്സുകൾ ഇല്ല. അതിനു വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിനുവേണ്ടി അവരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് വീട്ടിൽ ടാപ്പ് കണക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് വീട്ടിൽ ടാപ്പ് കണക്ഷൻ കൊണ്ടുവരിക, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ജലജീവൻ മിഷന്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 2019 ആണ്. നാഷണൽ റൂറൽ ഡ്രിങ്കിംഗ് വാട്ടർ പ്രോഗ്രാമിനെ റീസ്ട്രക്ചർ ചെയ്തിട്ടാണ് ജലജീവൻ മിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ജലശക്തി ആണ്. മിനിസ്റ്റർ ഓഫ് ജലശക്തി ആരാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാ വീട്ടിലും ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ, അതായത് ഫങ്ഷണൽ ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ടു പ്രൊവൈഡ് ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ ടു എവറി റൂറൽ ഹൗസ് ഹോൾഡ്. അത് കൂടാതെ തന്നെ ടു പ്രയോറിറ്റൈസ് പ്രൊവിഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ ഇൻ ക്വാളിറ്റി എഫക്റ്റഡ് ഏരിയാസ്, വില്ലേജസ് അല്ലെങ്കിൽ ഡെസേർട്ട് ആയിട്ടുള്ള ഏരിയ, അതായത് വാട്ടർ അവൈലബിലിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ ഏർപ്പെടുത്തുക എന്നുള്ളത് ഇതിന്റെ അടുത്തൊരു പ്രത്യേകതയാണ്. ഓക്കെ, പിന്നെ സൻസദ് ആദർശ് ഗ്രാം യോജന വില്ലേജുകളിൽ ടാപ്പ് കണക്ഷൻ ഉറപ്പാക്കുക, ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളുകൾ, അംഗനവാടികൾ, കമ്മ്യൂണിറ്റി ബിൽഡിങ്സ്, അങ്ങനെ ഹെൽത്ത് സെന്റേഴ്സ്, വെൽനസ് സെന്റേഴ്സ്, അങ്ങനെ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് വാട്ടർ കണക്ഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ റീസെന്റ് ആയിട്ട് നമ്മുടെ ജലജീവൻ മിഷനിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് ആ അപ്ഡേറ്റ് എന്ന് പറയുന്നത്? ഇതിന്റെ ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത്, ജലജീവൻ മിഷന്റെ ടാർഗറ്റ് ഇയർ 2028 ആക്കി മാറ്റിയിട്ടുണ്ട്. ജലജീവൻ മിഷന്റെ ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത് 2028 ആക്കി മാറ്റിയിട്ടുണ്ട്. 3.60 lakh crore ആണ് ഇതിനുള്ള ഫിനാൻഷ്യൽ ഔട്ട്ലേ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്.
വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടാർഗറ്റ് ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൂടാതെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള മിനിസ്ട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. മിനിസ്ട്രി വരുന്നത് മിനിസ്ട്രി ഓഫ് ജലശക്തി ആണ്. ടാർഗറ്റ് ഇയർ 2028 3.60 lakh crore ആണ് ഫിനാൻഷ്യൽ ഔട്ട്ലേ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്കീമിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. സെൻട്രലി സ്പോൺസേർഡ് സ്കീം ആവുമ്പോൾ ഉള്ള ഫണ്ടിങ് പാറ്റേൺ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്നാലും ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഹിമാലയൻ സ്റ്റേറ്റുകളാണെങ്കിൽ, അതായത് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ, ഇനി യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേച്ചർ, ഇതൊക്കെയാണെങ്കിൽ 90:10 എന്നുള്ളതാണ് ഫണ്ടിങ് പാറ്റേൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 90% ഓഫ് ദ മണി പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റും 10% പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുമാണ്. ഇനി യൂണിയൻ ടെറിട്ടറി വിത്തൗട്ട് ലെജിസ്ലേച്ചർ വരുന്നത് 100:0 ആണ്. അതായത് 100% പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റും 0% പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുമാണ്. ഇനി അതർ സ്റ്റേറ്റുകൾ, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് പോലെയുള്ള നോർമൽ കാറ്റഗറി സ്റ്റേറ്റുകളാണെങ്കിൽ 50:50 എന്നുള്ളതാണ് എന്ത് വരുന്നത്, 50:50 എന്നുള്ളതാണ് ഫണ്ടിങ് പാറ്റേൺ വരുന്നത്. അതായത് ഇതിനു മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള സ്കീമുകളിലെല്ലാം 60:40 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. പക്ഷെ അതിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ ജലജീവൻ മിഷന്റെ കേസിൽ അത് 50-50 ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ നമ്മൾ മുന്നേ പഠിച്ചത് 60% കോൺട്രിബ്യൂഷൻ സെൻട്രൽ ഗവൺമെന്റും 40% കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് എന്നാണ്. പക്ഷെ ബാക്കി അതർ സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ജലജീവൻ മിഷന്റെ കേസിലാണെങ്കിൽ 50-50 ആണ് വരുന്നത്. 50 സ്റ്റേറ്റ് ഗവൺമെന്റും 50 സെൻട്രൽ ഗവൺമെന്റുമാണ് വരുന്നത്. ഇതാണ് ഒരു വ്യത്യാസം വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. അതുകൊണ്ടാണ് ഫണ്ടിങ് പാറ്റേൺ എക്സ്ട്രാ ആയിട്ട് വെച്ചത്. ഓക്കെ, അപ്പൊ development of in-village pipe to water supply infrastructure to provide tap water connection to every rural household. അതായത് എങ്ങനെയാണ് നമുക്കറിയാം ടാപ്പ് വാട്ടർ കണക്ഷൻ എത്തിക്കണം അല്ലെ. അതിനുവേണ്ടി ഇൻ വില്ലേജ് പൈപ്പ് ടു വാട്ടർ സപ്ലൈ ഡെവലപ്മെന്റ് ഓഫ്, അതായത് നമുക്കറിയാം പൈപ്പ് ടു വാട്ടർ സപ്ലൈ എത്തിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലേക്കും എന്ത് കൊടുക്കുന്നുണ്ട്, പൈപ്പ് ടു വാട്ടർ സപ്ലൈ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി ഇതിലേക്ക് വരുന്ന വെള്ളം എന്ന് പറയുന്നത് റിലയബിൾ ആയിട്ടുള്ള നല്ല വെള്ളമാണെന്ന് ഉറപ്പ് വരുത്തണ്ടേ. സോ ഡെവലപ്മെന്റ് ഓഫ് റിലയബിൾ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് ആൻഡ് ഓഗുമെന്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സോഴ്സസ് ടു പ്രൊവൈഡ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഓഫ് വാട്ടർ സപ്ലൈ. അതായത് ചിലപ്പോൾ കുറച്ചു കാലം വെള്ളം വരും, അല്ലെങ്കിൽ പിന്നെ വരില്ല അല്ലെ. ചിലപ്പോൾ അതിന് നല്ല വെള്ളമാണോ വരുന്നതെന്നൊക്കെ മേക്ക് ഷുവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ജലജീവൻ മിഷനിൽ ചെയ്യുന്നുണ്ട്. അതായത് എക്സിസ്റ്റിംഗ് development of reliable drinking water sources and augmentation of existing sources to provide long-term and sustainability of water supply whenever necessary, bulk water transfer treatment plants and distribution network to cater every rural household. അതായത് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈൻ്റെ സസ്റ്റൈനബിലിറ്റി ആണെങ്കിലും ലോങ് ടേം ആയിട്ട് ഡ്രിങ്കിങ് വാട്ടർ നമ്മുടെ വീടുകളിൽ എത്തിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാവിധ മെഷേഴ്സും എടുത്തിട്ടാണ് ഇപ്രാവശ്യം ജലജീവൻ മിഷൻ വന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ വെള്ളം ഇപ്പോൾ വരുന്നു, പെട്ടെന്ന് കുറച്ച് ദിവസം നോക്കുമ്പോൾ വെള്ളം ഇല്ല, അങ്ങനെയുള്ളൊരു അവസ്ഥ ഇനി മുതൽ വരാതിരിക്കാൻ ഇവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പുതിയ ടെക്നോളജിക്കൽ ഇന്റർവെൻഷൻസ്, നമ്മുടെ ജലമലിനീകരണം തടയുന്നതിനായിട്ട് ടെക്നോളജിക്കൽ ഇന്റർവെൻഷൻസ് ഇവര് ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, നമുക്കറിയാം ജലജീവൻ മിഷന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് 55 liters ഓഫ് വാട്ടർ പെർ ഡേ പെർ പേഴ്സൺ ഉറപ്പാക്കുക എന്നുള്ളത്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി അത് കൂടാതെ തന്നെ ഇതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി എന്ത് കൊടുക്കുന്നുണ്ട്, development of utilities, water quality laboratories, water quality testing and surveillance, research and development, ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി എന്തെങ്കിലും അൺഫോർസീൻ ആയിട്ടുള്ള ചലഞ്ചസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് അങ്ങനെയുള്ള കാര്യം വരികയാണെങ്കിൽ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ നിന്ന് പോവാതിരിക്കാനായിട്ട് എന്തും കൂടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പോർട്ടബിൾ വാട്ടർ സർവീസ്. അതായത് 55 liters ഓഫ് വാട്ടറിന്റെ പോർട്ടബിൾ വാട്ടർ സർവീസും കൂടിയും, അതായത് പ്രൊവൈഡ് പോർട്ടബിൾ വാട്ടർ അറ്റ് സർവീസ് ലെവൽ ഓഫ് 55 liters. അതായത് 55 litersന്റെ പോർട്ടബിൾ വാട്ടർ സപ്ലൈയും കൂടി ജലജീവൻ മിഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. റെഡിയാണല്ലോ. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ
ഓൾ ഹൗസ് ഹോൾഡ്, സ്കൂൾസ്, അംഗനവാടി, വില്ലേജ്, ഇവിടെയൊക്കെ ടാപ്പ് വാട്ടർ സപ്ലൈ കൊണ്ടുവരിക എന്നുള്ളത് ലക്ഷ്യമാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. റെഡിയാണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജലജീവൻ മിഷനെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ടാർഗറ്റ് ഇയർ 2028 ആക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. 55 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ പെർ ഡേ പെർ പേഴ്സൺ ഉറപ്പാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ജലജീവൻ മിഷനിൽ നിന്നും എടുക്കുന്ന, ജലജീവൻ മിഷനിൽ വാട്ടർ സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്, ആ സോഴ്സ് നമ്മൾ ഫുള്ള് വെള്ളം എടുത്ത് അങ്ങ് ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? സോഴ്സ് റീചാർജിങ് ചെയ്യുന്നുണ്ട്. അതായത് ബോർവെൽ റീചാർജ്, പിന്നെ റെയിൻ വാട്ടർ റീചാർജ്, എക്സിസ്റ്റിംഗ് വാട്ടർ ബോഡീസിന്റെ റെജുവിനേഷൻ, അങ്ങനെ മുതലായ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻ്റനൻസും കൂടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് ഓർക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ മിനിസ്റ്റർ ഓഫ് ജലശക്തി ആരാണ് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ എല്ലാവർക്കും താങ്ക് യു. ബൈ. സീ യു.